ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. May the name of God be glorified this Sunday morning. I praise the Lord for yet another opportunity to come together in the sanctuary and worship our Lord and Savior. ഈ ആലയത്തിൽ കടന്നു വന്നും നിങ്ങളുടെ താൽക്കാലിക കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് സൂം വെർച്വൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെയും ഞങ്ങളുടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. We want to bring Christian greetings to all those who are gathered here in the sanctuary and those who are worshiping along with us through the virtual media, online, at home and from different places. നമുക്ക് ഇന്ന് ഒരു കുടുംബം അതിഥികളായി നമ്മുടെ മധ്യയുണ്ട്. നിങ്ങളെയും ഞങ്ങൾ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. There's a new family joining us today morning for our worship service. We welcome you to this service. ഒട്ടും സമയം കളയാതെ 11:15 മണി വരെയുള്ള സമയങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. Without wasting any time for further introduction, I want to go to the word of God until 11:15. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് ഒരാത്മീയ ചിന്തയാണ് നിങ്ങളുമായി ഈ പകൽ പങ്കുവയ്ക്കുവാൻ ദൈവം എൻ്റെ ഉള്ളിൽ നൽകിയ നിയോഗം. I am inspired by God to share with you from the book of Luke chapter 1 verse 1 through 25. Standing there, I want to share a thought with you. 25-ാമത്തെ വാക്യം നമ്മുടെ കുറിവാക്യമായി വായിച്ച് ഒരു തലവാചകം അതിൽ നിന്ന് കൊടുക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. Verse 25 I want to read as a key word and bring a title from there. 25-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. Thus the Lord has done for me in the days when he looked on me to take away my reproach among people. ഇതിന്റെ തനതായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. In a root language, a word given is like this: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കടാക്ഷത്തോടെ എന്നെ നോക്കിയ ആ ദിനം. A day that God looked upon me with favor in order to remove the reproach from me. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അതിലൂടെ സംസാരിക്കട്ടെ. I want to repeat that word and I pray that God will speak to your heart through that word. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കടാക്ഷത്തോടെ എന്നെ നോക്കിയ ആ ദിനം. The day that Lord looked upon me to deal with my reproach with favor upon me. അങ്ങനെയാണെങ്കിൽ ഒരു തലവാചകം അന്ന് കൊടുക്കാം: the day of favor, കടാക്ഷം കാണിക്കുന്ന ദിവസം. Let me give a title to my sermon like this: the day of favor. ഇന്ന് പകൽ ദൈവം നമ്മളോട് കടാക്ഷിക്കുന്ന ദിനമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of us can believe that the day will be a day that God will look upon us with favor? നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ഫേവർ ഈ പകൽ എൻ്റെ കുടുംബത്തോട് ദൈവം കാണിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. Doesn't matter how big your problem is, but if you believe in your heart that my Lord will look upon me with favor in order to remove my reproach. മറ്റ് ഇതര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ് ലൂക്കോസ് സുവിശേഷം. Gospel according to Luke is somewhat different from the other gospels. പുതിയ നിയമത്തിലെ ഏക ജാതി എഴുത്തുകാരനാണ് ഈ ലൂക്കോസ്. Luke is the only Gentile writer in the New Testament. ബാക്കി എല്ലാ എഴുത്തുകാരും യഹൂദന്മാരാണ്, യഹൂദ All പശ്ചാത്തലം. the other writers of the New Testament were Jews. അന്ത്യോക്യ പട്ടണത്തിൽ ജനിച്ചു വളർന്ന യവനായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് ഈ ലൂക്കോസ്. Luke is a man who was born and brought up in Antioch in a Greek family. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ സഹയാത്രികനായിരുന്നു ഈ ലൂക്കോസ്. This Luke was a traveler along with Apostle Paul. കൊലോസ്യ ലേഖനം 4:14 പൗലോസ് ഈ മനുഷ്യനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. In Colossians chapter 4 verse 14 we can see that Paul mentions about this Luke. അവിടെ തന്നെ ജോലിയും കൂടിയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. So we can see that Luke was mentioned along with the job that he was doing. തന്നെ അറിയപ്പെട്ട ഒരു ഡോക്ടർ ആയിരുന്നു ലൂക്കോസ് എന്ന് നമുക്ക് കാണുവാൻ We കഴിയും. can see that Luke was a well-known doctor. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം പഠിക്കുമ്പോൾ ഞങ്ങൾ എന്ന പദം
എന്നുള്ള പദം അവിടെ ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലോസിന്റെ കൂടെയുള്ള സഹയാത്രികനാണ് ലൂക്കോസ്. In Acts chapter 16 onwards, if you read that Luke is the writer of the book of Acts, and he was always writing us, referring that he was along with Paul. ഈ ലൂക്കോസ് രണ്ട് ചരിത്രങ്ങളാണ് വേദപുസ്തകത്തിൽ നമുക്ക് നൽകിയത്. This Luke had written two different books in the Bible. അത് ഒന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം താൻ ചമയ്ക്കാൻ തുടങ്ങി. The first one, he started writing the history of Jesus. അത് ലൂക്കോസ് സുവിശേഷമായി നമുക്ക് ലഭിച്ചു. That is given to us as the Gospel of Luke. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളെ കുറിച്ചുള്ള ചരിത്രം താൻ ചമയ്ക്കാൻ തുടങ്ങി. And he started writing the works or acts of the apostles. അത് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് നമുക്ക് ലഭിച്ചു. And that is given to us as the acts of the apostles. ഈ രണ്ട് പുസ്തകങ്ങളും താൻ എഴുതുന്നത് ഒരു ആളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. So he is writing these two books calling one person. ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് താൻ ഈ പുസ്തകം എഴുതി തുടങ്ങിയത്. If you start in the beginning of the book, you can see that he is telling one person by name as he is starting writing. അത് 1:1 നമുക്ക് കാണാം. ലൂക്കോസ് 1:1. Luke chapter 1 verse 1. അതെന്താണ് കൊടുത്തിരിക്കുന്നത്? The most excellent Theophilos എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ശ്രീമാനായ തെയോഫിലോസേ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. He starts like this saying the most excellent Theophilus. ഈ most excellent എന്ന പദം കൊടുക്കണമെങ്കിൽ താൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി സേവനം അനുഷ്ഠിക്കുന്നു മനസ്സിലാക്കാൻ കഴിയും. So if a person has to be named as or called as regard to as the most excellent, that would tell us that he is in a very high position. കൈസറിന്റെ അരമനയിലുള്ളതായ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നതായി നമുക്ക് തിരുവചനത്തിൽ തെളിവുകളായി ലഭിക്കുന്നുണ്ട്. From the history of the Bible, we can see that many high officials from the Caesar's palace had come to know the gospel as Paul shared it with them. ഫിലിപ്പിയ ലേഖനം 4:22 നാം വായിക്കുമ്പോൾ In Philippians chapter 4 verse 22, പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്. this is what Paul says. കൈസറുടെ അരമനയിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. Paul says that the officials in the palace gives greetings to you. വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസരുടെ കൊട്ടാരത്തിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. Paul is writing that all the saints, especially people, the officials in the Caesar's palace, is bringing you greetings. ഒന്നുകൂടെ ആഴമായി പഠിച്ചാൽ ഫിലിപ്പിയ ലേഖനം 1:12-13 വാക്യം വായിക്കുമ്പോൾ In Philippians chapter 1 verse 12 and 13, പൗലോസ് പറയുകയാണ്, Paul says, പൗലോസ് ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തന്റെ കാരാഗൃഹവാസം മുഴുവൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി കാരണമായി തീർന്നു. Paul was imprisoned, and when he was in the prison, all the imprisonment time he used for the spreading of gospel. അതിന്റെ എക്സ്പ്ലനേഷൻ 13 വാക്യത്തിൽ കൊടുക്കുന്നു. We can see the explanation in verse 30. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് ഈ അകമ്പടി പട്ടാളത്തിനൊക്കെയും അറിയാം. He says that my bonds in Christ are manifest in all the palace and in all other places. അതിന്റെ അർത്ഥം ഈ മനുഷ്യൻ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ താൻ സുവിശേഷം സ്പ്രെഡ് ചെയ്ത് അനേക ഉദ്യോഗസ്ഥന്മാർ യേശുവിനെ അറിയാനിടയായി തീർന്നു. That means even when Paul was in bonds and chains, he was spreading the gospel with all the zealous inside the palace. അങ്ങനെ ഒരു ആത്മീയ ദൂതോടെ സ്പർശിച്ച് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. Let me share something from you as I move forward. പൗലോസിന്റെ ബന്ധനം പ്രശ്നങ്ങൾ മുഴുവൻ സുവിശേഷത്തിന് അഭിവൃദ്ധി കാരണമായി തീർന്നു. All the chains and bonds and imprisonment that Paul went through became a reason for the spreading of gospel. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ദൈവം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി കാരണമാക്കി തീർക്കും. And all the problems that come our way as well, God can turn and change it to the spread of the gospel. ചരിത്രം പറയുന്നതനുസരിച്ച് ഈ തെയോഫിലോസ് ഉന്നത ഉദ്യോഗസ്ഥനായ മനുഷ്യൻ പൗലോസിന്റെ സുവിശേഷ വേലയിൽ വിശ്വാസത്തിലേക്ക് വന്ന ഒരു ഭക്തനാണ്. As we read history, we can understand that Theophilus was a man who came to the saving grace of Jesus Christ through Paul the apostle. തിയോഫിലോസും ഡോക്ടറായ ലൂക്കോസും സുഹൃത്തുക്കളായിരുന്നു. And Theophilus and Dr. Luke were very good friends. അപ്പം തിയോഫിലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പുസ്തകം എഴുതാൻ ഒരു കാരണമുണ്ട്.
There's a reason why Luke was writing this book, giving an introduction to Theophilus. അതിന്റെ കാരണങ്ങൾ 1 മുതൽ 4 വരെ വാക്യം. ഇനി നിങ്ങൾ എല്ലാം ലൂക്കോസ് സുവിശേഷം എടുത്ത് തുറന്നു വെക്കണം. ലൂക്കോസ് 1-ാം അധ്യായം. And if you would turn your Bibles to Luke chapter 1, verses 1 through 4, I will tell you why Paul is referring, or Luke is referring to Theophilus. 3-ാമത്തെ വാക്യത്തിൽ ഇതിൽ പെട്ടെന്ന് പറയാം. 3-ാമത്തെ വാക്യത്തിൽ നിനക്ക് തിയോഫിലോസ് പറയാം, തിയോഫിലോസേ, താങ്കൾക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന ഈ വാർത്തയുടെ നിശ്ചയം നീ അറിയണം. It says that it seemed good to me, having followed all things closely for some time past, to write an orderly account for you, most excellent Theophilus. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്ത താൻ കേട്ടു, താൻ ഹൃദയം സമർപ്പിച്ചു കർത്താവിന് വേണ്ടി. So Theophilus heard the gospel and he submitted his heart to God. ഈ ലൂക്കോസിൽ ഈ സുവിശേഷം എഴുതുമ്പോൾ 2 സുവിശേഷം, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്ന 2 സുവിശേഷങ്ങൾ നിലവിലുണ്ടെന്ന്. So when Luke was writing the gospel, there were 2 other gospels already written. അത് മത്തായിയും മർക്കോസുമാണ്. That were Matthew and Mark. അപ്പോൾ അവർ എഴുതിയത് കാര്യങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക വ്യൂവിൽ, പ്രത്യേകമായ ചിന്തയിൽ ഒന്നും കൂടെ ക്രമമായി ഈ ലേഖനം, ഈ സുവിശേഷം എഴുതണമെന്ന് തന്നെ ആഗ്രഹിച്ചു. But Luke, as he was trying to write this gospel, he had a desire in his heart. He wanted to make it more orderly for Theophilus. ക്രമമായി നല്ല വിദ്യാഭ്യാസമുള്ള ഈ ഡോക്ടറായ മനുഷ്യൻ ക്രമമായി ഈ പുസ്തകം എഴുതാൻ തുടങ്ങുകയാണ്. So Luke was trying to make it in a little more orderly way. ഇതിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്, ഈ യോഹന്നാൻ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ലൂക്കോസ് സുവിശേഷത്തിലെ അജണ്ട എന്ന് പറയുന്നത് ഒരു പൂർണ്ണ മനുഷ്യനായി യേശുക്രിസ്തു ചിത്രീകരിക്കുക The എന്നുള്ളതാണ്. main purpose of writing the book of Luke is that to show Jesus as a complete man. എഴുതി തുടങ്ങുമ്പോൾ ലൂക്കോസ് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ കൊണ്ടുവന്ന് നിർത്തിയാണ് ഈ ലേഖനം, ഈ സുവിശേഷം തുടങ്ങാൻ So തുടങ്ങുന്നത്. as Luke was starting to write, he was referring to a blessed family of Theophilus. ഏതാണ് ആ കുടുംബം? നമുക്കെല്ലാവർക്കും അറിയാം. Sorry, he was referring to a family as he was starting to write the gospel. അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നീതിമാന്മാരായ ഒരു നല്ല കുടുംബം. So he was starting with the account of a family that is very well known and very good. അത് വളരെ പരിചയമുള്ള കുടുംബമാണ്. It's a very familiar family to us. അത് മറ്റാരുമല്ല, യോഹന്നാൻ സ്നാപകന്റെ മാതാവും പിതാവുമായ ശക്കറിയ എലിസബത്തുമാണ്. It is none other than the family of John the Baptist, Zechariah and Elizabeth. ശക്കറിയ എന്ന വാക്കിന്റെ അർത്ഥം, സഖറിയ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? So anyone knows the meaning of the word Zechariah? സഖറിയ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ഇങ്ങോട്ട് നോക്കി ചോദിക്കാം. സഖറിയ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? യഹോവ ഓർക്കുന്നു, God remembers എന്നുള്ള വാക്കാണ് അർത്ഥം. So Zechariah means God remembers. എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം, So what is the word meaning Elizabeth now? എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? Elizabeth? God is my oath എന്നാണ്. God is my oath. യഹോവ ആകുന്നു എൻ്റെ പ്രതിജ്ഞ, എൻ്റെ വാഗ്ദാനം. Amen. God is my oath is the meaning of Elizabeth, and God remembers is Zechariah. തിയോളജിയൻസ് ഇവരെ രണ്ടുപേരും കൂടെ ചേർത്ത് വിളിക്കുന്ന ഒരു പദമുണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സസ്. God remembers his oath എന്നാണ് വിളിക്കുന്നത്. So according to theologians, when they put those names together, it comes together as God remembers his oath. ദൈവം അവരോട് പറഞ്ഞ Amen. പ്രതിജ്ഞ, ഉടമ്പടി, ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, വാഗ്ദാനം ഓർക്കുന്നു. A God who remembers the oath that he's given, or to the promises that he's given. A God who remembers his promises or oath. ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് ഒത്തിരി പഠിക്കാനായിട്ടും പ്രാർത്ഥിക്കാനൊക്കെ ഇന്നലെ മുതലേക്ക് ഇരിക്കുകയാണ്. So I was trying to learn more about this particular family of Zechariah and Elizabeth. ഈ ഭക്തനെ കുറിച്ച് വായിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു. As I was reading more and more, my heart was filled with the joy. ഈ കുടുംബം കർത്താവിനെ മാന്യമായി സേവിച്ച ഒരു കുടുംബം. A family who honored and worshiped the Lord honestly. ഈ ഇപ്പോൾ എഴുതുന്ന ഈ സംഭവം ലൂക്കോസ് എഴുതുമ്പോൾ താൻ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം 92 വയസ്സുള്ള
ഒരു പിതാവിന്റെയും മാതാവിന്റെയും കഥയാ പറയുന്നു വരുന്നത്. So now as Luke is writing this gospel, he is talking about an old man about the age of 92. അവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച അവരെ കുറിച്ച് പരിശുദ്ധാത്മാ കമന്റ് ചെയ്യുന്ന ഒരു കാര്യം 6-ാമത്തെ വാക്യം In വായിക്കാം. verse 6, 6-ാം the വാക്യം. Holy Spirit comments about the family. 6-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. Verse 6 says, രണ്ടുപേരും ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ, the eyes of the Lord, ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിൽ ഇരുവരും righteous നീതിമാന്മാരായിരുന്നു. they were both righteous before God. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, 6-ാമത്തെ വാക്യം ഇല്ലേ, 6-ാമത്തെ വാക്യം verse. കണ്ടിന്യൂ ഇങ്ങനെ പറയുന്നു, walking blamelessly in all the commandments and all the requirements Of the Lord. ദൈവത്തിന്റെ എല്ലാ കൽപ്പനയിലും ദൈവം മുൻപോട്ട് വെച്ച സകല റിക്വയർമെന്റ്സിനും മുൻപിൽ അവർ റൈച്ചസ് ആയിരുന്നു. They were both righteous before God. Not only that, they walked in all the commandments and ordinances of the Lord blamelessly. ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ അവരാണ് ആരാണ്? When God looks at them, they are righteous. എല്ലാ കൽപ്പനയിലും, In every commandment. ഇംഗ്ലീഷിന്റെ വേർഷൻ എല്ലാ ഓർഡിനൻസ് എന്നുള്ളതെങ്കിലും എൻ്റെ മൂലഭാഷയിൽ എൻ്റെ തർജ്ജമയിൽ എങ്ങനെയാ, all the requirements എന്നാണ്. Now, even though in some versions you see ordinances, in my version it says, or in the root language it says, they were walking blamelessly in all the requirements of the Lord. പക്ഷേ മനുഷ്യന്റെ കണ്ണിൽ എന്താണ്? But when man looks at 7-ാം them, വാക്യം 7-ാം വാക്യം. verse 7. എന്നാൽ ഇംഗ്ലീഷിലൊക്കെ മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബട്ട് എന്നൊരു പദമുണ്ട്. ചില വേർഷൻ ഉണ്ടോ അങ്ങനെ? But they ബട്ട് had. എന്നുണ്ട് അല്ലേ? But. ദൈവത്തിന്റെ കണ്ണിൽ അവർ റൈച്ചസ് ആണ് So when God looked at them, they were righteous and blameless. എന്ന് പൗരോഹിത്യ സൂക്ഷയ്ക്ക് വിളിച്ചു. അന്നു മുതൽ ഇടപെടാതെ, സ്തുതികൾക്ക് കുറപ്പ് വരുത്താതെ ക്രമമായി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. So from the very time they were called for the priestly duties, they were doing their duties very blamelessly. എന്നാൽ But ഈ സ്ത്രീ മച്ചിയായിരുന്നു. she had no child, they had no child. എന്നിട്ട് അതിന്റെ സാധ്യത ഇല്ല എന്ന് കാണിക്കാൻ ഒരു വാക്ക് കൊടുത്തേക്ക് അവിടെ. And ഇരുവരും ഏജ് ഉള്ളവരായിരുന്നു. And moreover, in order to show the impossibility of the circumstance, Hallelujah. there is another word given there. They were barren and they were very old. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഇവരെ ചിന്തിക്കാൻ, ഈ കുടുംബത്തെ ചിന്തിക്കാൻ. From the Jewish background standing from the Jewish background, we have to think about this family. യഹൂദ പശ്ചാത്തലത്തിനനുസരിച്ച് മക്കളെന്ന് പറയുന്നത് സാംസ് 127 വേഴ്സ് 3 ആണെന്ന് തോന്നുന്നു. മക്കളെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ അവകാശമാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ഓഫ് ദ ലോർഡ്, ഫ്രൂട്ട് ഓഫ് ദ womb, റിവാർഡ് ഫ്രം ദ ലോർഡ്. ഈ 3 പദമാണ് 127 കൊടുത്തിരിക്കുന്നത്. So for a Jewish family, the children are an heritage of the Lord, fruit of the womb and his reward. ഇത് ദൈവത്തിന്റെ റിവാർഡാണ് മക്കൾ കിട്ടുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. So for Jews, it is a reward from God when they get child. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നേ? Isn't it what we also believe? ആണോ? ദൈവം തരുന്ന അവകാശം അല്ലേ? So it is our inheritance from the Lord is what we also believe. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ പോള പൊട്ടാന്നൊക്കെ വിളിച്ചാലും അത് നമ്മുടെ പറ റിവാർഡാണ്. Even though we scold children when they do something wrong, still we know that they are our inheritance and they are our reward from the Lord. Fruit of the womb, ദൈവം നിങ്ങൾക്ക് നൽകിയ ഉദരത്തിന്റെ ഫലമാണത്. It is the fruit of our womb. കേൾക്കണം. അപ്പോൾ ദൈവത്തിന് റിവാർഡ് ലഭിക്കുന്നതാണ് കുഞ്ഞുങ്ങളെന്ന് അവർ വിശ്വസിച്ചു. So for the Jews, it was very firm belief that it is a reward from the Lord. അന്ന് യഹൂദ റാബിമാർ പറയുന്ന ഒരു പദമുണ്ട്, ജൂയിഷ് റാബിമാര്. So there is a saying that the Jewish rabbis would always say. 7 type of people excommunicate from the Lord എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം അവർ പറയുന്നുണ്ട്. ഇങ്ങനെ റബിമാർ പറയുന്നുണ്ട്, 7 ടൈപ്പ് ആൾക്കാരാണ് ദൈവമായി ഒരു ബന്ധമില്ലാത്തവരും തള്ളിക്കളഞ്ഞേക്കുന്ന 7 ആൾക്കാരിൽ ആദ്യത്തെ 2 എണ്ണമാണ്. ഒന്ന്, Jew who has no wife. Second one, Jew who has wife but no child. യഹൂദനായി ജനിച്ചു വളർന്നിട്ട് ഭാര്യയെ കിട്ടിയില്ലെങ്കിൽ, സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ പുള്ളി ദൈവമായിട്ട് ദൈവം തള്ളിക്കളഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാ. So for Jews, there's a belief that God excommunicates certain kind of people, and if a Jew didn't get wife on time, they were considered as excommunicated, and even though they have a wife but no child, they were considered as excommunicated. കുഞ്ഞുങ്ങളില്ലാത്തവരെ കാണുമ്പോൾ തന്നെ അവര് നിന്ദിച്ചങ്ങ് മാറ്റും.
So like for them, they would actually, the Jews, did not look at the people with any kindness, but they thought, it is, they were excommunicated from God. ഈ തലമുറയിൽ ആ നിന്ന അനുഭവിച്ച കുടുംബം ഇതിനകത്തിരിപ്പുണ്ട്. So even, in this generation, there are families, who go through that suffering. ഈ തലമുറയിൽ ആ നിന്ന അനുഭവിച്ച ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിനുണ്ട്. Even in my family, there is, a person who had gone through that kind of suffering. അതുകൊണ്ടാണ് എലിശബത്ത് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പറയുന്ന 25ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ ചാർച്ചക്കാരമധ്യേ, എന്റെ കൂട്ടുകാരമധ്യേ, എന്റെ സമൂഹത്തിൽ, എന്റെ ആൾക്കാരുടെയിൽ എന്റെ നിന്ന മാറ്റിയ ദിനമാണ് ആ ദിവസം. But that is the very reason why Elizabeth said that, the day of favor, God looked upon me in order to remove the reproach from among my people. ആ ദിവസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാ, കേട്ടോണം. I want to share with you about that day a little bit more detail. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന പോലെ ഈ ഭക്തൻ രാവിലെ എഴുന്നേറ്റു. So this man Zechariah woke up like every day. ഭാര്യയെ തട്ടി ഉണർത്തി. And he woke his wife up. രണ്ടുപേരും മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ They തുടങ്ങി. knelt down in prayer. അപ്പോൾ കേൾക്കുന്ന ശബ്ദം അബിയാക്കൂറിൽ സെക്കറിയാവിനെ അന്ന് മന്ദിരത്തിൽ പോയി സൂക്ഷിക്കണം. So they heard the news that day that this is his turn to go for priestly duties to the temple that day. വർഷത്തിൽ ഒരിക്കൽ അറ്റോൺമെന്റ് ഡേയില് മഹാപുരോഹിതന്മാർ അകത്തെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോയി ശുശ്രൂഷ ചെയ്യേണ്ട കാര്യം വരുമ്പോൾ അങ്ങനെ നറുക്കിട്ട കൊടുക്കുന്ന അന്ന് ഈ ഭാഗ്യം ഈ മനുഷ്യന് വന്നു വീണു. So the Lord, that was casted came for Zechariah that day in order to do the priestly duties in the temple. ഒരു പരാതി ദൈവത്തോട് പറഞ്ഞില്ല. And he did not complain to God. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ഞാൻ നിന്നെ ആരാധിച്ചു, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല, ഞാൻ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞില്ല. He did not say that, God, you did not give me a child, so I will not go and do the priestly duties. He did not say that. ഞാൻ നിന്നെ സ്തുതിക്കത്തില്ലെന്ന് പറഞ്ഞില്ല. He didn't say that I will not worship you ഞാൻ anymore. കരയത്തില്ലെന്ന് പറഞ്ഞില്ല. He didn't say that I would stop praying. സാഹചര്യം മുഴുവൻ എനിക്കെതിരാണ്, എന്നെ കളിയാക്കുന്ന പുറത്തുണ്ട്, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞില്ല. He did not say the Lord, everyone is teasing me, I cannot come out of the house, I will not go. He did not say അന്ന് that. രാവിലെ ഈ ഭക്തൻ ഒരുങ്ങി ഇറങ്ങി. But even that morning, he dressed up and went out. ശുശ്രൂഷയ്ക്ക് വേണ്ടി മന്ദിരത്തിലേക്ക് ചെന്നു. As he walked into the temple for the priestly duties, പുറത്ത് ഒരു കൂട്ടം ജനം പ്രാകാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. and the people are there gathered in the courtyard praying. അവർ ഒത്തിരി പാപം ചെയ്ത് യാഗവസ്തുവുമായി വന്നവരാ. They are all standing there for the remission of their sins with the sacrifices. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവഗീതം പറഞ്ഞു തരാനുള്ള പുരോഹിതൻ നടന്നകത്തെ കയറുകയാണ്. And the priest, who is supposed to give answer to all these people's questions, is walking into the temple. ഞാൻ എന്റെ ഭാഷയെ പറയാം, പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും കൈയടിക്കുമ്പോഴും ഈ ഭക്തന്റെ അകത്തളകളിൽ ഒരു വേദനയുണ്ട്. എന്റെ കുടുംബം ഈ പട്ടണത്തിൽ നിന്ന് അനുഭവിക്കുകയാ. Even when he sings, when he claps, when he preaches, Udalamana, this man Shandaradana. has a pain in his heart. Lord, I have a reproach among my people. ഇന്ന് പകൽ പരിശുദ്ധാത്മാവാരോടൊക്കെയോ ദൈവിക ദൂത് വിളിച്ചു പറയുന്നു. God's Holy Spirit is talking to someone tonight. നിന്റെ today. പ്രാർത്ഥന നിർത്താൻ സമയമായിട്ടില്ല. It is not time for you to stop നീ praying. പ്രാർത്ഥിച്ച് മടുത്തു പോയ ചില വിഷയങ്ങളുണ്ട്. There are certain things that you are tired of praying. നിന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ നിന്നയായ ചില വിഷയങ്ങളുണ്ട്. There are certain things that you are teased by your neighbors and your relatives. ഒരു പക്ഷേ ഇന്നായിരിക്കും അതിന്റെ മറുപടി ദിവസം. Maybe it's today that you are getting the answer to your prayer. ഇന്നായിരിക്കും നിന്നോട് ദൈവത്തിന്റെ ഫേവർ കാണിക്കുന്ന ദിവസം. Maybe today is the day of Lord's favor to you and family. 92 വയസ്സുള്ള ഭക്തനായ മനുഷ്യന് ഏകദേശം 92 വയസ്സ് പ്രായമെന്ന് എഴുത്തുകാര് പറയുന്നു. ഭക്തനായ മനുഷ്യൻ വിറകഴിക്കുന്ന കൈകളോടെ മന്ദിരത്തിനകത്തേക്ക് ചെന്ന് നിന്നു. So according to the expert opinion, he is around 92 years old. He might be shivering. He walked into the temple for his priestly duties. പുറത്തൊരു സമൂഹം പ്രാർത്ഥിക്കുന്നു. And in the courtyard there are people who are gathered. ശുശ്രൂഷ അനുഭവിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. And people who are experiencing the ministry, they are praying. ശുശ്രൂഷിക്കുന്ന ഞാൻ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്നു. And the person who is ministering ഒന്നുകൂടി ഞാൻ there അമ്മായി is, പറയാം, like lifting നിങ്ങൾ up the ഒന്നിച്ചു sacrifice. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. As you are praying together, ശുശ്രൂഷിക്കുന്ന ഞാനും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. and I am as a ministering praying. നമ്മൾ രണ്ടുപേരുടെ അകത്തും പുറത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. And we are both praying inside and നീണ്ട outside. വർഷങ്ങളായി തടഞ്ഞു കിടക്കപ്പെട്ട ചില വിഷയത്തിന് Hallelujah. മറുപടിയുമായി
ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് ഇറങ്ങി നിൽക്കുകയാണ്. As the prayers were going up, the angel came down for the answer to many years of prayer. ഇന്ന് രാത്രി ഇന്ന് പകൽ ഈ ആരാധനയിൽ ദൈവം ചിലരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുകയാണ്. God is going to give you answers today. എന്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പകൽ ആത്മാവിലെ കർത്താവിനെ ആരാധിക്കട്ടെ. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടെ മിനിസ്റ്റർ ചെയ്യുമ്പോ യഹോവയുടെ ദൂത് ചില മറുപടിയുമായി ഓളിനകത്ത് ഇറങ്ങുകയാണ്. Hallelujah. യേശുവിന്റെ രക്തം ജയം. Hallelujah. Yes Lord. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ ബെനിസൻ തിയോഫിലോസും ഫാമിലിയും ഇവിടെ അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ഏക കുഞ്ഞുമായി ഈ ആലയത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. Our dear brother Benson Theophilus and sister Darius had come to the sanctuary today with the child God has given to them. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു കുടുംബമായി വരും. A family who serves the Lord in all honesty. നീണ്ട വർഷങ്ങൾ ഈ സഹോദരിയുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. I've heard their life story. നാട്ടുകാരും വീട്ടുകാരും നിന്ദകൾ അനുഭവിച്ച് പൊട്ടിക്കരഞ്ഞ ദിനങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. They had days and years, that they had to be a reproach among their families and friends. ഒരു ദിവസം Amen. യഹോവ അവരുടെ പ്രാർത്ഥന കേട്ടു. But one day God heard their prayers. അവരെ കുഞ്ഞ് ഈദൻ പ്രൈസനുമായി അവരുടെ ആദ്യത്തെ ബർത്ത്ഡേ, കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ, ഇന്ന് അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ കുഞ്ഞിന്റെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. As their son Eden Praisen is celebrating his first birthday. അവരെ കുഞ്ഞുമായി ആലയത്തിൽ വരുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, ശെക്കറിയാവുടെ ദൈവം ഈ തലമുറയിൽ ജീവിക്കുന്നു. As they walked into the sanctuary today there with their child, I can boldly say that Zachariah's God is still alive today. പല കുഞ്ഞുങ്ങൾ ഉദരത്തിൽ കിടന്ന് മരിച്ചുപോയ ഒരു ഭവനം ഇതിനകത്തിരിപ്പുണ്ട്. There is a family whose many children died in their womb. പലതരത്തിൽ പ്രയാസം അനുഭവിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. And though many of you have gone through many നമ്മുടെ ഈ problems like തലമുറയിലും that, എനിക്കും പറയാൻ കഴിയും, യഹോവ ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് മകൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവം നിങ്ങളുടെ നിന്ദയെ മാറ്റി ഫേവർ കാണിക്കാൻ ദൈവത്തിന്റെ കരം ഈ ഹോളിൽ ചലിച്ചിറങ്ങുകയാണ്. God's hand is here today in order to show you favor yet even today. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And Zachariah is, like praying and offering sacrifices to the Lord inside. സക്കറിയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എവിടെ എഴുതിയേക്കുന്നേ? So where do we read that Zachariah was praying for a child? നമുക്കറിയില്ല. പുള്ളി പ്രാർത്ഥിച്ചോ ഇല്ല നമുക്കറിയില്ല. We don't know, if he prayed or not. നമ്മളൊക്കെ കുറച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കഴിഞ്ഞ് 92 വയസ്സ് വരെ ഒന്നും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുമോ? No, we might pray for in a few years, but I don't think any of us would pray even when we are 92 years old. 56 വയസ്സുള്ള എൻ്റെ ഒരു പെങ്ങൾ കുഞ്ഞുങ്ങളില്ലാതുണ്ട്. Now I have a sister who is 56 years old without children. എൻ്റെ അമ്മ ഇന്നും പ്രാർത്ഥിക്കുന്ന പറയുന്നത് കുഞ്ഞിന് വേണ്ടി. I think she still prays for a child. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു വാഗ്ദത്തം ദൈവം നിങ്ങളോട് പറഞ്ഞാൽ, If God gives you a promise, അത് എത്ര വർഷം കഴിഞ്ഞാലും തരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ആമേൻ പറയും? it doesn't matter how many years pass. If God promised He will give, ഒന്നും കൂടെ how many പറയാം. of you would say amen to that? ഒന്നും കൂടെ പറയാം. Amen. ഒരു വാഗ്ദത്തം ദൈവം നിങ്ങളോട് പറഞ്ഞാൽ, If God gives you a promise, ആ വാഗ്ദത്തം നിങ്ങൾക്ക് ദൈവം എത്ര കൊല്ലം കഴിഞ്ഞാലും സാധ്യത മുഴുവൻ മങ്ങിപ്പോയാലും ലഭിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് എന്റെ കൂടെ ചേർന്ന് കരമുയർത്തി ആമേൻ പറയാൻ കഴിയും? Amen. ഹല്ലേലൂയ. Amen. ചിലപ്പോൾ ഇന്നായിരിക്കും ആ ഫേവറിന്റെ ഡേ. Maybe this is the day that God will look upon you with favor. എന്റെ കൂടെ ചേർന്ന് അല്പസമയം ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചില കുടുംബങ്ങളുടെ മേൽ നിന്ദകൾ വാരിച്ചൊരിഞ്ഞ്, ചില കുടുംബങ്ങളുടെ മേൽ വഴികൾ തുറക്കാതെ പിശാച് കൊട്ടിയടച്ച വഴികളെ ഇന്ന് പകൽ ആത്മാവിൽ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ അത് പ്രാപിച്ചെടുക്കുക. ചില ഫേവർ ദൈവം നിങ്ങളോട് കാണിക്കുന്നത്, ഈ പട്ടൽ ദൈവം ചെയ്യുന്നത് നിങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽ എന്റെ കൂടെ ചേർന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ഒരു സൈന്യമായി പ്രാർത്ഥിക്കുക. ദൈവമക്കൾ തയ്യാറാകട്ടെ. ദൈവം നിങ്ങളോട് ഈ പകൽ ഫേവർ കാണിക്കാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ വലത്ത് ഭാഗത്ത് ഇറങ്ങി നിന്നു. So Zachariah saw this angel on his right hand side. പറഞ്ഞെന്തെന്നറിയാമോ? What did the angel tell him? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. Your prayer is answered. അപ്പോൾ ഈ മനുഷ്യന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്നത് മാത്രമല്ല,
ഉരുവാകാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു പിടി വാക്തത്വം കൂടെ കൊടുത്തു. So not only that, the angel told him that your prayer is answered. The angel gave him a lot of promises about the child to be born. വാക്തത്വങ്ങൾ എന്താ? നിങ്ങൾ നിങ്ങളുടെ തലമുറയെ കുറിച്ച് തൊട്ടൊക്കെ പറയണം കേട്ടോ. അടുത്ത കുഞ്ഞുങ്ങളെ തൊട്ടൊക്കെ പറയണം. So if your child is next to you, touch them and claim these promises. ഈ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് നിനക്കൊരു സന്തോഷം ഉല്ലാസമായിരിക്കും. So this child shall be a joy and gladness to you, the angel said. നാട്ടുകാർക്കൊരു സന്തോഷമായിരിക്കും. And he will be a blessing to the people surrounding him. ലോകത്ത് വലിയവനാകുമെന്നല്ല പറഞ്ഞ, ദൈവസന്നിധിയിൽ വലിയവനാകും. And it didn't say that he will be a great man on this earth, but it was said that he will be great in the presence of the Lord. വീഞ്ഞും മദ്യവും മനുഷ്യൻ ഈ കുഞ്ഞു കുടിക്കത്തില്ല. And he will not drink wine or drink alcohol. മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ നിറയുവൻ. And not only that, he will be filled with Holy Spirit. അടുത്ത പറഞ്ഞ് പലരെയും കേൾക്കണമേ, പലരെയും നിങ്ങളുടെ അടുത്ത് കുഞ്ഞുണ്ടെങ്കിൽ തൊട്ടോ നിങ്ങൾ, ഞാൻ ആത്മാവിൽ പറയുക, പലരെയും ഇവൻ ദൈവത്തിങ്കിലേക്ക് തിരിക്കും. And he will turn many people to the Lord. ഹല്ലേലൂയ. Amen. അടുത്ത പദങ്ങൾ ഇങ്ങനെ പറയുന്നത്, കർത്താവിന് വേണ്ടി ഒരു കൂട്ടം റിബലിയസായി നിൽക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് ഒരുക്കിയെടുക്കാൻ വേണ്ടി ഏലിയാവിന്റെ ആത്മാവിനെ ഇവന്റെ മേൽ ഞാൻ പകരാൻ പോകുക. ആത്മാവ് ഞാൻ പറയുന്നു, എന്റെ ഈ 40 കുഞ്ഞുങ്ങൾ ഇതിനകത്തുള്ളവരെ ദൈവാത്മാവ് ഇങ്ങനെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. Oh, let us pray and bless our children, saying these blessings that they would turn the rebellious people into their father and turn many to God. സാഹചര്യം നോക്കി നിങ്ങൾ ആരും ദൈവത്തിന്റെ വാഗ്ദത്തത്തെ സംശയിക്കണ്ട. Don't doubt God's promises looking at your circumstances. ദൈവത്തിന്റെ വാഗ്ദത്തം പറഞ്ഞാൽ അത് അവൻ അങ്ങനെ തന്നെ ചെയ്യുന്ന കർത്താവ്. If God promised you something, or God's words are yes and amen, and he will do that. ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കി. Elijah knelt down for prayer. ഒരു വലിയ മുഴക്കം ചെവിയിൽ ആത്മാവിൽ കേട്ടിട്ടാ പുള്ളി മുട്ടുമടക്കിയത് And പ്രാർത്ഥിക്കാൻ. he knelt down because he heard a sound, and when he knelt down in prayer. കൂടെ ബാല്യക്കാരന് പറഞ്ഞു, I'm going to pray, you go and look എന്ന് പറഞ്ഞു. നീ പോയി നോക്കാൻ പറഞ്ഞു, വല്ലതും കാണുമോന്ന്. To the servant he said, I am praying, you go up now and look forward the sea. തിരിച്ചു വന്ന് ബാല്യക്കാരൻ പറഞ്ഞ എന്താ? ഒന്നും കണ്ടില്ല. നത്തിങ്, ഒന്നും കണ്ടില്ല. So the servant came back and said, I don't see anything. 3.5 കൊല്ലം മഴ പെയ്യാതെ കിടക്കുന്ന സ്ഥലത്ത് മഴയുടെ മുഴക്കം ആത്മാവിൽ കേട്ടിട്ട് പറയുകയാണ്, പോയി നോക്കാൻ. So Elijah, at that time 3.5 years there were no rains or no snow, but Elijah in his spirit heard the sound of the rain. As he knelt down, he told the servant to go and look. The servant comes back and says, I don't see anything. 7 പ്രാവശ്യം പോയി നോക്കാൻ പറഞ്ഞു. He asked the servant to go 7 times and ഓരോ look. പ്രാവശ്യം നോക്കിയിട്ട് മറുപടി പറയാ, nothing. Every time the servant came back and said, I don't see anything. ഈ ഭക്തന്റെ ചെവിയിൽ ഒന്നുമില്ല nothing എന്ന് കേട്ട് മടുക്കുകയാ. And Elijah, he's getting tired of hearing there is nothing that they could see. Nothing കേട്ട് give up ചെയ്യാൻ ഈ ഭക്തൻ റെഡി ആകുന്നില്ല. But Elijah was not ready to give up by hearing the word nothing. കാരണം ബാല്യക്കാരനല്ല ദൈവ ശബ്ദം കേട്ടത്, ഏലിയാ ഒരു മുഴക്കം കേട്ടു. But it's not like the servant who heard the sound of the rain, but it's Elijah in his spirit. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ പൈതലേ, നാട്ടുകാർ പറയുന്ന നിന്നാ വാക്കുകളെ കേട്ട് give up ചെയ്യാനുള്ള സമയമല്ല ഇത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പിന്നെ മുട്ടുമടക്കുക. Oh dear children of God, it is not time for you to give up because of the opinions of others, but if you would continue to kneel down in the presence of the Lord in prayer. And full of nothing പിടിച്ചോണ്ട് വേണമെങ്കിൽ എഴുന്നേറ്റ് ഈ മനുഷ്യന് വീട്ടിൽ പോകാം. So Elijah could stop prayer hearing this nothing word, and he could go mind his own business. 7 പ്രാവശ്യം ബാല്യക്കാരൻ ചെന്ന് നോക്കി. But on the 7th time when the servant went and looked, he saw something. ചെറുത് കണ്ടു. oh, that servant is seeing something now. എന്താ കണ്ടെന്നറിയാമോ? You know what is the something? ഭയങ്കര മഴ വരുന്നെന്നാ പറഞ്ഞേ. And did he say that a big rain is coming? ആണോ? Is it? എന്താ പറഞ്ഞ പുള്ളി? No, what did he say? ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയൊരു കാര്യം കാണുന്നു. And he said, a little cloud out of the sea I see. ഇന്ന് പകൽ സാധ്യതകളൊന്നുമില്ലാത്ത സ്ഥാനത്ത് ചെറുത് കാണുമ്പോൾ ഫെയ്ത്തിന്റെ പ്രൊക്ലമേഷൻ, ഡിക്ലറേഷൻ പറയാൻ നിങ്ങളും ഞാനും തയ്യാറായ അവിടെ പറഞ്ഞ ഭക്തൻ പറഞ്ഞെന്നറിയാമോ? മഴയുടെ മുമ്പേ ഓടിക്കോ, ഇത് വലിയ മഴയാണെന്ന് പറഞ്ഞു. So even though it is a very little cloud, that the servant saw, Elijah did not doubt. He's,
like a spirit. He believed that there's a big rain coming, and he said, let us run before the chariot. ഞാൻ നിങ്ങളോട് പറയാം, ഡോണ്ട് ഗീവ് അപ്പ്. ഇന്ന് പകൽ വിട്ടുകളയരുത് കേട്ടോ. Even though the circumstances is only like, small, giving you only small hope, don't give up on it. This is not a time to quit. സ്വിച്ച് ചെയ്ത് പോകാനുള്ള സമയമല്ല ഇത്. This is not the time to quit and stop. കഴിഞ്ഞ 6 പ്രാവശ്യം വരെ ബാല്യക്കാരനെ നീ വിട്ടില്ലേ? For 6 times you send the servant out. കഴിഞ്ഞ മാസം മുഴുവൻ നീ പ്രാർത്ഥിച്ചില്ലേ കുടുംബമേ? Didn't you pray all these months and years? കഴിഞ്ഞ 90 വർഷം നീ മിനിസ്റ്റർ ചെയ്തില്ലേ? Didn't you serve the Lord for the last 90 years? ഇന്നായിരിക്കാം നിന്നോട് ഫേവർ കാണിക്കുന്ന ദിവസം. Maybe this is the day that you will get ഞാൻ answer. ആത്മാവിൽ വിശ്വസിക്കുന്നു, എന്റെ ജനത്തിന് വേണ്ടി കണ്ണുനീരോടെ കരയുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി എന്നോട് പേഴ്സണലായി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഫേവർ. Amen. Yes, Lord. സാധാരാധന Yes, Lord. ദൈവത്തിന്റെ Yes, Lord. ഫേവർ ഇന്ന് പകൽ കാണിക്കാൻ പോകുക. വിശ്വസ ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ആരാധിച്ച് ദൈവം തമ്പുരാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഈ പകൽ എഴുന്നേറ്റ് വരികയാണ്. Hallelujah, hallelujah. Yes, Lord. ഗീവ് അപ്പ് ചെയ്ത് പോകല്ലേ. ദൈവം നിങ്ങളോട് മനസ്സലിയും. God will show us favor. Don't give up. ഞാൻ പലപ്പോഴും പല വിഷയങ്ങളിൽ ഗീവ് അപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. Many a times, I tried in my personal life to stop praying for many things. എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. എന്റെ In my സാക്ഷ്യം personal life, like I have gone through so many more problems than you might have. കാരാഗൃഹം തുടങ്ങി എത്രയോ പ്രശ്നങ്ങളുടെ ഞാൻ കടന്നുപോയി. Many problems, even including imprisonment. പലപ്പോഴും മിനിസ്ട്രിക്ക് കടന്നു വന്ന് പുൽപ്പിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളുമായി ഞാൻ വന്നിട്ടുണ്ട്. I stand with many questions as I stand in the pulpit many a time. കഴിഞ്ഞ ദിനങ്ങളിൽ പല സഭകളിൽ പലയിടങ്ങളിൽ ഞാൻ സൂക്ഷിക്കാൻ നിൽക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഗിവ് അപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് വീണ്ടും ഇരിക്കുക. ഇത് ചിലപ്പോൾ 7ാം പ്രാവശ്യമായിരിക്കാം ദൈവം നിനക്ക് വഴികളെ തുറക്കുന്നത്. Oh, God told me maybe this is your 7th time. This is maybe the time that God will open the way for you. Don't give up, continue praying. പ്രിയ സഹോദരാ, പ്രിയ കുടുംബമേ, യാദർച്ഛികമായിട്ടല്ല നീ ആലയത്തിൽ വന്നത്. It is not accidental that you are here today. നീ ഇന്നലെ രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ വിഷയമുണ്ട്. Maybe there is a matter that you prayed even last നിന്റെ night. നിന്ദകളും പരിഹാസങ്ങളും നീ എടുത്തു വെച്ച് എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ചോദിച്ച വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. You have days that you have asked God, why am I even living? പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, But today God's Holy Spirit is telling you, ഇന്ന് നിന്റെ ഫേവറിന്റെ ദിവസമാണ്. this is the day of God's favor to ദൈവത്തിന്റെ you. കണ്ണ് നിന്റെ മേൽ നോക്കാൻ പോകുകയാ. The day that God looks upon you with favor. എലിസബത്ത് പറയാ, എന്നെ കടാക്ഷത്തോടെ നോക്കിയ ദിവസം. Now Elizabeth say that, the day that God looked upon me with favor to remove the reproach from me. മാത്യു ഹെൻറി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞ ഇങ്ങനെയാണ്. Matthew Henry wrote like this. സ്റ്റെപ്പ് വെച്ച് ഈ ഭക്തൻ മന്ദിരത്തിനകത്തേക്ക് കയറുന്നു. As this man Zechariah, old man, walks into the temple. ഗബ്രിയേല് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നു. And Gabriel comes down to the most holy place. ഇതേ സമയം വീട്ടിലിരിക്കുന്ന എലിശബത്തിന്റെ മേൽ യഹോവയുടെ കണ്ണ് പതിയുന്നു. Oh, at the same time, the eye of the Lord comes upon Elizabeth, who is in the house. ആത്മനിയോഗത്തോടെ എത്ര പേര് ഇന്ന് പ്രാർത്ഥിക്കാൻ Oh, തയ്യാറുണ്ട്? hallelujah. But how many of you would pray in spirit today? നിങ്ങളുടെ കരങ്ങളൊന്ന് കോർത്തു പിടിച്ചേ. Would you hold your hands with ഞാൻ the നിങ്ങൾക്ക് വേണ്ടി families? പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നാവ് കൊണ്ട് ഉരുവിട്ടെ. As I'm praying for you, would you claim God's promises to you with your mouth? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ. Touch your children and pray for them. ഈ പട്ടണത്തിൽ നിന്നെ മാനിക്കാൻ ദൈവം കൊണ്ടുവന്നത്. God wants to honor you in this city. പിശാച് നിനക്കെതിരെ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, Satan is trying to put you down. നിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടാകില്ല, നിന്ദിക്കപ്പെടണം, പരിഹസിക്കപ്പെടണം ആഗ്രഹിക്കുമ്പോൾ, When Satan is trying not to, have your promises come പക്ഷേ ദൈവം true. ഇന്ന് പരിശുദ്ധാത്മ നിയോഗത്തിൽ നിന്നോട് സംസാരിക്കുന്നു. But with the Holy Spirit, God's മോനെ, Spirit is നിന്റെ talking to you. വിദ്യാഭ്യാസം തടഞ്ഞു കളയാൻ പിശാച് കളിക്കുന്നത് തിരിച്ചറിയണം. Satan is trying to stop your education. You have ഈ to പട്ടണത്തിൽ understand നിന്നെ this. തകർത്തു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചി കെട്ടുകളുണ്ട്. No, there are Satan's bondage that wants to destroy നിന്റെ you in തലമുറകൾ this city. നിന്നാപാത്രമാകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നീ ജീവിക്കുന്നത്. You live in a society where they want to see your children നീ perish. പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയമായിരിക്കാം ഇത്. Maybe this is something that you are giving പക്ഷേ up. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരാധനയെ പറയുന്നു, But Holy Spirit is reminding you today. നിന്നോട് ഫേവർ കാണിക്കാൻ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. God's eyes are looking
looking upon you today to show you favor. ദുരാരാമാന, ശാന്താരാധന, ഹംദിനിയാധന. Hallelujah, ആത്മാവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു, ആത്മാവ് സ്തോത്രം ചെയ്യുന്നു, ആത്മാവ് സ്തോത്രം ചെയ്യുന്നു, ആത്മാവ് സ്തോത്രം ചെയ്യുന്നു. പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ആത്മാവ് സ്തോത്രം ചെയ്യുമ്പോ ജനം പുറത്തു നിന്നുകൊണ്ട് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുക. ഒന്നിച്ചു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോ എബ്രിയേൽ ഇറങ്ങി വന്നതുപോലെ ഈ പകൽ ദൈവത്തിന്റെ സാന്നിധ്യം ഓളിനകത്ത് ഇറങ്ങി വരട്ടെ. ജനത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യട്ടെ. Hallelujah. Yes, Lord. Yes, Lord. കർത്താവേ അങ്ങ് ചെയ്യണമേ അപ്പാ. Hallelujah. Do it, Jesus. Hallelujah. യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലുള്ള ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ആരാൽ സംബന്ധിക്കുന്നവരോട് ദൈവാത്മാവ് സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്. God is talking to you, those who are watching us through YouTube from your houses. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദർശനം കാണിക്കുന്നത് പോലെ എന്നെ കാണിച്ച് പ്രവചനാത്മാവ് ഞാൻ പറയുകയാ. No, let me prophesy to you. കഴിഞ്ഞ രാത്രി നീ പറഞ്ഞു ഗീവ് അപ്പ് ചെയ്യാം, ഇതിന് മറുപടി ഉണ്ടാകില്ലെന്ന്. Even last night you said, I am going to stop praying for this. There is not going to be an answer. സ്റ്റോപ്പ് ചെയ്തിട്ട് ആത്മഹത്യയിലേക്ക് ചലിക്കാമെന്ന് ചിന്തിച്ചവർ. No, the ones who are thinking about suiciding. പക്ഷേ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, But Holy Spirit says, ഗീവ് അപ്പ് ചെയ്യരുത്. don't give up. 92 വയസ്സിൽ ആലയത്തിലേക്ക് സൂക്ഷിക്ക് ആ ഭക്തന് പോകാമെങ്കിൽ If Zechariah can walk to the sanctuary at the age of 92 to minister. 70-ലും 80-നും വയസ്സിനിടയിലുള്ള ഒരു മനുഷ്യ സഹോദരിയുടെ ദേഹത്ത് ദൈവത്തിന്റെ ആത്മശക്തി പകരാമെങ്കിൽ, Oh, if God's Holy Spirit can come down to a man of 80 years. നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ ഞാൻ ഈ പകൽ പരിചയപ്പെടുത്തുകയോ. അത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. Amen. It is the Jesus of Nazareth who can even give you answers even today. അവർ രണ്ടുപേരുടെയും പേരിന്റെ അർത്ഥം എന്ന പോലെ Now, as the meaning of their names. God remembers his oath. ദൈവത്തോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം ഓർത്തു. Oh, a God who remembers his oath. God remembered the promises that he gave to them. കർത്താവേ, ഇന്ന് പകൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Lord, we bless this congregation in your name, Lord. ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നടക്കാതെ ഭാരപ്പെട്ട് give up ചെയ്യാൻ നിൽക്കുന്ന ആരെങ്കിലും അകത്തിരിപ്പുണ്ടെങ്കിൽ, Lord, if there's anyone listening to us today who are giving upon their promises because it's taking too long, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Lord, I pray for them in your name. അവർ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, Lord, let them be blessed, Jesus. അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓർക്കുന്ന, അവരെ നോക്കുന്ന, അവരുടെ മേൽ കടാക്ഷമുണ്ടാകുന്ന ഒരു പകലാക്കി പകൽ തീർക്കണമേ. Lord, let this be a day that that you would remember the promises to them, that you would look upon them with favor, Lord. സ്വർഗ്ഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. Thank you for doing that, heaven. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ In തന്നെ. Jesus' name we pray. ആമേൻ. ഒരു നിമിഷം ദിവസം എഴുന്നേൽക്കാം. If you would stand up with us for a moment. ഒരു മലയാളം പഴയ ഗാനം നാം പാടി കർത്താവിനെ ആരാധിക്കാൻ We പോകുന്നു. are going to worship the Lord with a Malayalam song. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ പാട്ടാണ്. This is a very familiar song. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. വാനവും ഭൂമിയും മാറിപ്പോകും, വചനങ്ങൾക്കോ അവന്റെ വാഗ്ദത്തങ്ങൾക്കോ മാറ്റമില്ല. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭൂമിക്ക് മാറ്റം സംഭവിക്കാം. നിങ്ങൾ കേട്ടെ, ഈ പട്ടണം മുഴുവൻ സെക്കൻഡ് വേവിനാൽ രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കാം. നിങ്ങളുടെ ശരീരത്തിന് രോഗമോ പ്രയാസം വന്നിരിക്കാം. പക്ഷേ വാഗ്ദത്തം പറഞ്ഞവൻ വാക്കു മാറ്റത്തില്ല. സാഹചര്യങ്ങൾ കൊത്തവണ്ണം വാക്കുമാറുന്നവനെ അല്ല നാം സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന് വരികൾ പാടി ആരാധിക്കുമ്പോൾ കരങ്ങളെ അടിച്ച് ആത്മാവിൽ ദൂതേറ്റെടുത്ത് നിങ്ങൾ നൃത്തം ജീവിതത്തെ ആരാധിക്കൂ. ഈ ആരാധനയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന മക്കൾ ചേർന്ന കർത്താവിനെ കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. നിനക്കായി കരുതൂ അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴി
വാതിലുകൾ പലതും അടഞ്ഞിടിനു. വല്ലവൻ പുതുവഴി തുറന്നിടുമേ നിനക്കായി. വിശ്വസിക്കുന്ന ചേർന്ന് പറഞ്ഞേ, കരുതൂ അവൻ നല്ല ഓഹരി, അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. അവൻ കണ്ണുനീരവൻ തുടയ്ക്കൂ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കൂ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, തൻ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. നിനക്കായി വിശ്വസിക്കുന്ന മച്ചാന്ന് പറഞ്ഞേ, കരുതൂ. അവൻ നല്ല ഓഹരി എനിക്ക് വേണ്ടി അവൻ കരുതും. നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കൂ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കൂ. രോഗങ്ങളാൽ നീ തളരുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അവനോടിപ്പിടരാൽ അവൻ സൗഖ്യം തരും. തൻ വചനമായി യേശു നമ്മെ സൗഖ്യമില്ലാത്തത് വിടുവിച്ചിടും. സൗഖ്യമായി ഓ, ഓടിപ്പിടരാൽ അവൻ സൗഖ്യം തരും. തന്റെ വചനമായി യേശു നമ്മെ വിടുവിച്ചിടും. നിനക്കായി കരുതൂ. അവൻ നല്ല ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ കണ്ണുനീരവൻ തുടയ്ക്കൂ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. 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 കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണുനീരവൻ തുടയ്ക്കും. അവൻ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. അവൻ കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. ഞങ്ങൾ വിശ്വസിക്കുക, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ മാറിപ്പോകുന്നില്ല. അങ്ങ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഇന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസമല്ലിരിക്കാം. യൂട്യൂബിലൂടെ സൂമിലൂടെ ഞങ്ങളെ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്കൊന്നിച്ച് വീണ്ടും കൂടാം. ദൈവം നിങ്ങളെല്ലാവരെയും ഈ പകൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ വന്ന എല്ലാവർക്കും ഞങ്ങൾ വീണ്ടും വന്ദനം ചെയ്യുന്നു. ചില